ഹായ് ഹലോ, ഞാൻ നിംസ് 777 ടാറോ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് 2 കാർഡ്സാണ് ഇന്ന് ഞാൻ ഷഫിൾ ചെയ്ത് വെച്ചിട്ടുള്ളത്. അതിൻ്റെ മീനിങ്സിലേക്ക് പോവാം. അതിന് മുന്നൊരു കാര്യം പറയാനുള്ളത്, ഈ റീഡിംഗ് എന്ന് പറയുന്നത് ടൈംലെസ് റീഡിംഗ് ആണ്, ജനറൽലെസ് റീഡിംഗ് ആണ്. ജനറൽ റീഡിംഗ് ആണ് നിങ്ങൾ എപ്പോൾ കാണുന്നുവോ അപ്പം അത് നിങ്ങളുടെ ലൈഫിലേക്ക് വാലിഡായി വരുന്ന റീഡിംഗ് ആണ്. ഇന്ന് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു മെസ്സേജാണ്. നമുക്ക് നോക്കാം. ഇവിടെ ആദ്യത്തെ കാർഡ് ദ ഹാങ്ഡ് മാൻ ആണ്. നിങ്ങൾ യൂണിവേഴ്സിൽ സറണ്ടർ ആവുന്നു എന്നാണ് പറയുന്നത്. നിങ്ങളെന്ന വ്യക്തി യൂണിവേഴ്സിൻ്റെ ഒരു ഭാഗമായി മാറിക്കൊണ്ടിരിക്കുന്നു. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒത്തിരി പേര് ഇപ്പോൾ ലെറ്റ് ഗോ സിറ്റുവേഷനിലാണ്. നിങ്ങളും നിങ്ങളുടെ പേഴ്സൻ്റെ കാര്യത്തിലാണ് നിങ്ങളിപ്പോൾ വറി ചെയ്യുന്നതെങ്കിൽ അവിടെ നിങ്ങളിപ്പോൾ ലെറ്റ് ഗോ സിറ്റുവേഷനിലാണെന്ന് യൂണിവേഴ്സ് പറയുകയാണ്. നിങ്ങളുടെ റിഫ്ലക്ഷനെയാണ് നോക്കി കാണുന്നത്. നിങ്ങളെന്ന വ്യക്തി യൂണിവേഴ്സിൽ സറണ്ടർ ആയിക്കൊണ്ട് സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു ടീച്ചിങ്ങിലൂടെ പോവുകയാണെന്നാണ് യൂണിവേഴ്സ് ഇവിടെ പറയുന്നത്. നിങ്ങളിലെ ഈ ഒരു മാറ്റം എന്ന് പറയുന്നത് നിങ്ങളിലേക്ക് പുതിയ കാര്യങ്ങൾ കൊണ്ടുവരുന്നു എന്നാണ് പറയുന്നത്. ഒരു മിറാക്കിൾ നിങ്ങളിലേക്ക് സംഭവിക്കാൻ പോവുകയാണ്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സ് എന്ന് മുതൽ നിങ്ങളെന്ന വ്യക്തിയെ മനസ്സിലാക്കിക്കൊണ്ട് സെൽഫ് ലവ് ചെയ്തുകൊണ്ട് നിങ്ങൾ ആഗ്രഹങ്ങളിലേക്ക് നോക്കി കാണുന്നുവോ, യൂണിവേഴ്സിൽ സറണ്ടർ ആവുന്നുവോ, യൂണിവേഴ്സിൻ്റെ ഒരു ഭാഗമായി മാറുന്നുവോ, ആ ഒരു നിമിഷം മുതൽ നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഒരു പുതിയ തുടക്കമാണ്. ഒരു മിറാക്കിൾ സംഭവിക്കാൻ പോവുകയാണ്. നിങ്ങൾ തന്നെ അറിയാതെ നിങ്ങളിലേക്ക് ഒരു മിറാക്കിൾ സംഭവിക്കാൻ പോവുകയാണെന്ന് യൂണിവേഴ്സ് പറയാണ്. ഇവിടെ യൂണിവേഴ്സിന്റെ ഒരു ബ്ലെസ്സിങ്സ് ഉള്ളതായിട്ട് തന്നെയാണ് കാണിക്കുന്നത്. നെക്സ്റ്റ് കടന്ന് പറയുന്നത് ദ ഫൂൾ ആണ്. നിങ്ങളിലേക്ക് വരാൻ പോകുന്ന ഒരു കാര്യത്തെയാണ് യൂണിവേഴ്സ് കാണിക്കുന്നത്. നിങ്ങളുടെ എഡ്യൂക്കേഷൻ, നിങ്ങളുടെ കരിയർ, നിങ്ങളുമായി ബന്ധപ്പെട്ട ഏതൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണോ ഇന്ന് യൂണിവേഴ്സിൽ സറണ്ടർ ആകുന്നത്, നിങ്ങളിലേക്കുള്ള ഒരു പുതിയ തുടക്കത്തെയാണ് കാണിക്കുന്നത്. എവേക്കനിങ്ങിനെയാണ് കാണിക്കുന്നത്. ഫൂൾ എന്ന് പറയുമ്പോൾ നിങ്ങളിലേക്കൊരു ന്യൂ ബിഗിനിങ്ങിനെയാണ് കാണിക്കുന്നത്. ഒരു ഒപ്റ്റിമിസം ആണ് കാണിക്കുന്നത്. നിങ്ങളെന്ന വ്യക്തി റെഡിയാണെന്ന് പറയുകയാണ്. എന്തിനു വേണ്ടിയിട്ട് റെഡിയാവുന്നേ? അഡ്വഞ്ചർ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് റെഡി ആവാണ്. കഴിഞ്ഞ കുറേ നാളുകളായിട്ട് നിങ്ങൾ ഒരു ഫ്രീഡം ഇല്ലാത്തതുപോലെയാണ് നിങ്ങളുടെ ലൈഫ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. നിങ്ങൾക്ക് എന്ത് ചെയ്യുമ്പോഴും ഒരു സംതൃപ്തി തോന്നിയിരുന്നില്ല. എന്നാൽ നിങ്ങൾ എന്നു മുതൽ യൂണിവേഴ്സിന്റെ ഒരു ഭാഗമാണെന്ന് നിങ്ങൾ കരുതുന്നുവോ, പോസിറ്റീവായിട്ടുള്ള തിങ്കിങ് നിങ്ങളിലേക്ക് കൊണ്ടുവരുന്നുവോ, ആ ഒരു നിമിഷം മുതൽ നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതും ന്യൂ ബിഗിനിങ് ആണ്. നിങ്ങൾ അഡ്വഞ്ചർ ചെയ്യാനായിട്ട് ഒരുങ്ങുകയാണ്. നിങ്ങൾ എന്ത് ചെയ്യാൻ നിങ്ങൾക്ക് കഴിവില്ലെന്ന് നിങ്ങൾ കരുതുന്നുവോ, ആ ഒരു കാര്യം തന്നെയാണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങൾ അതിലേക്ക് എത്തുന്നു എന്ന് തന്നെയാണ് യൂണിവേഴ്സ് പറയുന്നത്. ഒരു കാര്യം കൂടി പറയാനുള്ളത്, ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് വളരെ പോസിറ്റീവായിട്ടാണ് കാണിക്കുന്നത്. നിങ്ങളെന്ന വ്യക്തിയിലേക്കുള്ള മാറ്റത്തെയാണ് കാണിക്കുന്നത്. നിങ്ങൾ തോറ്റുപോകേണ്ട ഒരു വ്യക്തിയല്ലെന്ന് പറയുന്നു. നിങ്ങളിലെ കഴിവുകളെ ഉണർത്താനാണ് യൂണിവേഴ്സ് പറയുന്നത്. ഫ്രീഡം അനുഭവിക്കാൻ പോവുകയാണ്. നിങ്ങളുടെ ലൈഫിൽ ഇനി വരാൻ പോകുന്നത് പുതിയ തുടക്കം തന്നെയാണെന്ന് ഞാനും പറയുന്നു. ഇതൊരു ഷോർട്ട് റീഡിംഗ് ആണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിലേക്ക് വാലിഡ് ആവുകയാണെങ്കിൽ സ്വീകരിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ വിട്ടുകളഞ്ഞോളൂ. ഈ റീഡിംഗ് ഞാൻ ഇവിടെ നിർത്തുകയാണ്. ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പേഴ്സണലായിട്ടും അല്ലാതെയും അറിയിക്കാം. നിങ്ങളുടെ സ്വന്തം നിംസ്.